ഇത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 16-ാം ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ പുനർസമർപ്പണം ചെയ്യുകയാണ്. പലവിധ സങ്കടങ്ങളുണ്ട് നമ്മളെ അലട്ടുന്നത്. അതൊക്കെ ഈ ശുശ്രൂഷയിൽ സമർപ്പിക്കുക. ഒപ്പം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളിത് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ, നിങ്ങളുടെ TV-യുടെ മുമ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ, നിങ്ങളുടെ ഓഫീസിൽ ഇരുന്ന് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ആയിരിക്കും ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ, കർത്താവേ, ഈ ശുശ്രൂഷയിൽ പലവിധ നിയോഗങ്ങൾ വെച്ച് പങ്കെടുക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളെ
ഞാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, എന്തുമാത്രം പേരുടെ പ്രാർത്ഥനയാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. നമുക്ക് അങ്ങനെ ഒരു കൂട്ടായ്മ കൂടെ, ഒരു ആത്മീയ കൂട്ടായ്മ കൂടെ ഈ ദിവസങ്ങളിൽ രൂപപ്പെടണം. പ്രാർത്ഥിക്കുന്ന, പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം രൂപപ്പെടുകയാണ്. അതുകൊണ്ട് അങ്ങനെ പരസ്പരം പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകണം. വിശുദ്ധി ആവശ്യമുള്ള, വിശുദ്ധിയിൽ നിന്നും അകന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിച്ച് വലിയ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം നമുക്കിടയിൽ സംഭവിക്കാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുസഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളെ ധ്യാനിക്കുകയായിരുന്നു. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന കാര്യമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, പക്ഷേ ഞങ്ങൾക്കിതൊക്കെ അറിയാം, എനിക്കറിയാം നിങ്ങൾക്കിതൊക്കെ അറിയാമെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനത്തെ മരിയ ഭക്തി പഠിപ്പിക്കേണ്ട കാര്യമില്ല ശരിക്കും. കാരണം ഇത് നമ്മുടെ മണ്ണിൻ്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മാതൃഭക്തി. അതുകൊണ്ടല്ലേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ പഴയ ദേവാലയങ്ങളൊക്കെ ഏത് പേരിലാണ്? ഒരുമാതിരിപ്പെട്ട എല്ലാ ദേവാലയങ്ങളുടെയും പേര് സെയിൻറ്റ് മേരീസ് ചർച്ച് എന്നാണ്. കാരണം ഈ നാട്ടിൽ രൂഢമൂലമായൊരു മാതൃഭക്തി ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മമാരെ, നമ്മുടെ പെൺകുട്ടികളെ എടുത്താൽ ഏറ്റവും കൂടുതലുള്ള പേരേതാണ്? ഇപ്പോൾ വിളിപ്പേര് വേറെ ചെല്ലപ്പേരൊക്കെ ഇട്ടാലും മാമോദിസ പേര് ഏറ്റവും കൂടുതൽ ഏത് പേരാണ്? മേരിയാണ്. അത് മേരി, മറിയം ഒക്കെയായിട്ട് മാതാവിൻ്റെ പേരാണ് നമ്മളൊക്കെ സ്വീകരിക്കുന്നത് ഏറ്റവും അധികം. അത് ഞാൻ പറഞ്ഞു വന്നത്, ഈ നാട്ടിൽ മരിയ ഭക്തി, പരിശുദ്ധ അമ്മയുള്ള വണക്കം ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ ഉള്ളിൽ, നമ്മുടെയൊക്കെ ചോരയിലുണ്ട് ഈ ഭക്തി, പരിശുദ്ധ അമ്മയുള്ള ഈ മാധ്യസ്ഥ്യം തേടൽ. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഞാൻ ഈ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പണ്ട് ഇപ്പം എന്നെ കേൾക്കുന്ന മുതിർന്ന തലമുറ അപ്പനും അമ്മയെ പറഞ്ഞത് കൊണ്ട് വിശ്വസിച്ചു. എന്ന് വെച്ചാൽ അപ്പനും അമ്മയും പറഞ്ഞു പള്ളി പോടാ, പള്ളി പോയി. വൈകുന്നേരം പറഞ്ഞു വായിരിക്കും, കൊന്തയല്ലേ, കൊന്തയില്ലേ. അങ്ങനെയായിരുന്നു ആ സമൂഹം. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ അങ്ങനെ കിട്ടില്ല. ഇന്നത്തെ കുട്ടികൾ ചോദിക്കും, എന്തിനാണ് കൊന്ത ചെല്ലുന്നത്, എന്തിനാണ് എല്ലാ ദിവസവും ഈ പള്ളിയിൽ പോകുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ഒച്ചയിൽ പള്ളിയിൽ പോടാ എന്ന് പറഞ്ഞാൽ പോരാ, കാര്യകാരണ സഹിതം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തക്കവിധം അറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ പ്രശ്നം നമുക്ക് അറിവില്ല, ഭക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ നാളുകളിൽ ഈ കാര്യം കൂടെ ചേർത്ത് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതും മനസ്സിലാക്കണം, ഇത് അറിയണം, ഈ കാര്യങ്ങളും അറിയണം. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങളിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന രണ്ടാമത്തെ, ഇന്നലെ അമലോത്ഭവയാണെന്നുള്ളത് ധ്യാനിച്ചിട്ട് ഇന്ന് ധ്യാനിക്കുന്ന കാര്യം, പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. ഇത് ആദ്യം മുതലേയുള്ള സഭയുടെ വിശ്വാസമാണ്. 431 എഫേസോസ് സൂനകദോസിലാണ് പരിശുദ്ധ അമ്മയെ ദൈവമാതാവായി തിരുസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അന്നു മുതൽ ഇന്നോളമുള്ള സഭയുടെ വിശ്വാസമാണ് പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. പക്ഷെ നിങ്ങൾക്ക് കാര്യം അറിയാമോ, സഭയിലെ വലിയ പിളർച്ചയ്ക്ക് കാരണമായ പ്രശ്നം കൂടിയാണിത്. സഭയിൽ വലിയ സംഘർഷം ഉണ്ടായി ഇതിൻ്റെ പേരിൽ. 2 വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറയാം. അത് ഗ്രീക്കാണ്, തയോത്തോക്കോസ്, ക്രിസ്തോത്തോക്കോസ്. എന്താണ് തയോത്തോക്കോസ്? തയോസ് ദൈവം, തയോത്തോക്കോസ് ദൈവത്തിൻ്റെ അമ്മ. ഇപ്പുറത്ത് ക്രിസ്തോത്തോക്കോസ്, ക്രിസ്തോസ് ക്രിസ്തു, ക്രിസ്തുവിൻ്റെ അമ്മ. അപ്പോൾ ബഹളമായിരുന്നു. എന്ന് വെച്ചാൽ എന്താ അറിയാമോ, മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല, എന്ത് വിളിക്കണം? ക്രിസ്തുവിൻ്റെ അമ്മ എന്ന് വിളിച്ചു. ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല. എന്തു പറയുന്നു നിങ്ങൾ? ഇതിൻ്റെ പേരിൽ അല്പം ടെൻഷനൊക്കെ ഉണ്ടായി. പക്ഷെ 2 കൂട്ടരും അവരവർ പറഞ്ഞ ശരിയായിരുന്നു, അതാ പറ്റിപ്പോയത്. അവർ പറയുന്നത് ഈശോ മിശിഹായുടെ അമ്മയല്ലേ മറിയം, അപ്പോൾ അവളെ വിളിക്കേണ്ടത് മിശിഹായുടെ മാതാവേ എന്നല്ലേ? അതല്ലേ ശരിയാണ്. ഇപ്പുറത്ത് ദൈവമാതാവ് എന്ന് വിളിക്കാനൊരു കാരണമുണ്ട്. എന്തെന്നറിയാമോ ദൈവമാതാവ് എന്ന് വിളിക്കാനുള്ള കാരണം? അതായത് നിങ്ങളിത് മനസ്സിലാക്കിക്കേ, പരിശുദ്ധ അമ്മയെ കയറി ദൈവമാതാവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ശരിക്കും ബഹുമാനം പോകുന്നത് ആരിലേക്കാണ്? പറ.
പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അതായത് നിങ്ങൾ വീട്ടിൽ 2-3 പേർ ഒരുമിച്ചിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഉത്തരം പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കുക. ഞാനിത് പള്ളിയിലൊക്കെ ആണെങ്കിൽ ഞാനിത് ഓരോ ചോദ്യത്തിനും സമ്മാനം കൊടുക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയെ കയറി ദൈവമാതാവേ എന്ന് വിളിക്കുമ്പോൾ ശരിക്കും ബഹുമാനം പോകുന്ന ആരിലേക്കാണ്? ശരിക്കും ബഹുമാനം പോകുന്നത്, ചെന്നെത്തുന്നത് ഈശോയിലേക്കാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടതെന്താ? നമ്മൾ കണ്ടത് ഈശോയുടെ അമ്മയാണ് മറിയം എന്ന് നമ്മൾ കണ്ടു. ഈ ഭൂമിയിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടത്, ഈശോയുടെ അമ്മയാണ് മറിയം. അപ്പോൾ ഈശോ മിശിഹായുടെ അമ്മയെ കയറി നമ്മൾ ദൈവമാതാവേ എന്ന് വിളിക്കുമ്പോൾ ബഹുമാനം പോകുന്നത് ആരിലേക്കാണ്? ബഹുമാനം ചെന്നെത്തുന്നത് ഈശോയിലേക്കാണ്. എങ്ങനെ? അപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് എന്ത്? ഈശോ ദൈവമാണ് എന്ന്. ഈശോ ദൈവമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ അമ്മയെ കയറി ദൈവമാതാവേ എന്ന് വിളിക്കുമ്പോൾ ശരിക്കും ബഹുമാനം ചെന്നെത്തുന്നത് മറിയത്തിലല്ല, അതിനേക്കാൾ ഉപരിയായ മഹത്വം ചെല്ലുന്നുണ്ട് ആരിലേക്ക്? ഈശോയിലേക്ക്. പരിശുദ്ധ അമ്മ ദൈവമാതാവാണെങ്കിൽ ദൈവം ആരാണ്? ഈശോ. ഈശോയെ ദൈവമായി പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധ അമ്മയെ തയോത്തോക്കോസ്, ദൈവത്തിൻ്റെ അമ്മേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ന് മനസ്സിലാക്കുക ഈശോയുടെ. അപ്പോൾ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ അമ്മയാണോ മറിയം? അല്ല, അങ്ങനെ ചോദിക്കരുത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്ത വരും. അതായത് ദൈവത്തിൻ്റെ അമ്മയാണെങ്കിൽ ദൈവത്തെക്കാളും മുമ്പേ അമ്മ ഉണ്ടാകണ്ടേ? അങ്ങനെയല്ല. ഭൂമിയിൽ അവതരിച്ച ഈശോ മിശിഹായുടെ അമ്മയാണ് മറിയം. അപ്പോൾ അവളെ കയറി ദൈവമാതാവ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നു ഈശോ മിശിഹ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് പീഡകൾ സഹിച്ച് കുരിശേറി ഒടുവിൽ ഉത്ഥാനം ചെയ്തവൻ ദൈവമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ദൈവമാതാവാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ ഇനി നമ്മൾ ധ്യാനിക്കേണ്ടത് എന്താ? അതായത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ പ്രത്യേകതയാണ്, അവൾ ജീവിച്ചിരുന്ന കാലത്തും അവൾ കടന്നുപോയിട്ടും മഹത്വമൊക്കെ ആരിലേക്കാണ്? മഹത്വമൊക്കെ ഈശോയിലേക്ക്. അവളിലേക്ക് നോക്കിയവരെ കൂടെ അവൾ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞ് റീഡയറക്റ്റ് ചെയ്ത് വിട്ടവളാണ് പരിശുദ്ധ അമ്മ. ദാ ഇപ്പോ അവളുടെ കടന്നു പോകലിന് ശേഷവും അവൾ പറയുന്നത് ദൈവമാതാവെ എന്ന് അവൾ വിളിക്കുമ്പോൾ മഹത്വമൊക്കെ ചെന്നെത്തുന്നത് ആരിലേക്കാണ്? ഈശോയിലേക്ക്. അപ്പൊ നമുക്കുള്ള പാഠം, ഇന്നത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ നമുക്കുള്ള പാഠം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. മഹത്വമെല്ലാം എൻ്റെ ദൈവത്തിന്. ഇത് ഒരു ശീലമാക്കണം. മഹത്വമെല്ലാം എൻ്റെ ദൈവത്തിന്. ഏത് നല്ല കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും, എത്ര വലിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് എൻ്റെ കർത്താവ് ചെയ്യിച്ചാലും, എത്ര പേര് എന്നെ നോക്കി ആദരവോടെ ബഹുമാനത്തോടെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാലും, എത്ര പേര് എന്നെ അനുഗമിക്കാനുണ്ടായാലും, എത്ര പേർ എന്നെ അനുസരിക്കാനുണ്ടായാലും, എത്ര പേർ എൻ്റെ വാഴ്ത്തുപാട്ട് പാടിയാലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ത്? മഹത്വമെല്ലാം എൻ്റെ ദൈവത്തിന്. ഇന്നത്തെ അപകടം നമ്മൾ മഹത്വം സ്വീകരിക്കുന്നു എന്നതാണ്. നമ്മൾ ചെയ്യുന്ന നന്മയുടെ മഹത്വം നമ്മളിൽ വന്ന് അവസാനിക്കുകയാണ്. റീഡയറക്റ്റ് ചെയ്യാൻ പരിശുദ്ധ അമ്മ ക്ഷണിക്കുന്നുണ്ട് ഈശോയിലേക്ക്, എല്ലാം ഈശോയിലേക്ക്. അത് വീട്ടകങ്ങളിൽ പോലും. അതായത് കുഞ്ഞുങ്ങളുടെ, ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് സൂപ്പർ ഹീറോ അമ്മയാണ്. കാരണം എന്താ? എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പനും അമ്മയാണ്. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും സൂപ്പർ ഹീറോ എന്നുള്ള ചിന്തയൊക്കെ. പക്ഷെ അവർ ചെറുപ്പത്തിൽ അവരുടെ കാണപ്പെട്ട ദൈവങ്ങൾ എല്ലാം അവരുടെ അപ്പനും അമ്മയാണ്. അപ്പനും അമ്മയും പറയുന്നതാണ് വേദവാക്യം. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കണം പിള്ളേരോട്, മക്കളെ അങ്ങനെ അല്ലടാ, ഞങ്ങൾ വെറും ടൂൾസ്, നിങ്ങളെ വളർത്താൻ വേണ്ടി ദൈവം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. എല്ലാം അങ്ങോട്ട്, മഹത്വമെല്ലാം ദൈവത്തിന്. നമുക്കൊരു വലിയ വിജയം കിട്ടിക്കഴിയുമ്പോൾ ആ വിജയത്തിൽ അഭിരമിക്കാതെ നമ്മൾ ഉടനെ മുകളിലേക്ക് നോക്കണം. മഹത്വമെല്ലാം ദൈവത്തിന്. അതായത് ഇതിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ. അതുകൊണ്ടാണ് ഈ കാനായിലെ കല്യാണ വീട്ടിലെ കലവറക്കാരനെ പോലെ ആയി പോകരുത്. നമ്മളിൽ പലർക്കും അങ്ങനത്തെ മണ്ടത്തരം പറ്റിപ്പോകുന്നുണ്ട്. കാനായിലെ കല്യാണ വീട്ടിലെ കലവറക്കാരൻ എങ്ങനെയാണ് സംഭവിച്ചത്? അയാൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. എന്ത്? എടാ, എല്ലാവരും ആദ്യം മേൽത്തരം വീഞ്ഞ് വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ത്തരവും നീ എന്തേ മുന്തിയത് അവസാനം വരെ സൂക്ഷിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവന്റെ വിചാരത്തിൽ ഈ നല്ല വീഞ്ഞ് ഇവിടെ പാത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇവൻ അറിയുന്നില്ല, നന്മകളുടെ ഉറവിടത്തെ അറിയാതെ പിച്ചും പെയ്യും പറയുന്നവരുടെ ആദ്യ രൂപമാണ് ഈ കലവറക്കാരൻ. നന്മകളുടെ ഒക്കെ ഉറവിടം ആരാണ്?
ദൈവമാണ്, മഹത്വമൊക്കെ ദൈവത്തിന് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റണം. അതിൻ്റെ ഉദാഹരണമാണ് തിബേരിയസ് തീരത്തെ യോഹന്നാൻ. 7 ശിഷ്യന്മാർ കൂടി വല വീശാൻ പോയി. 21 അധ്യായം യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ വല വീശിയിട്ട് രാത്രി മുഴുവൻ വീശിയിട്ടൊന്നും കിട്ടിയില്ല. രാവിലെ ആയപ്പോൾ വല നിറച്ച് മത്സ്യം കിട്ടി. വല നിറച്ച് മത്സ്യം കിട്ടിയപ്പോൾ യോഹന്നാൻ തീരത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, എന്ത്? അത് കർത്താവാണ്. അതുവരെ കർത്താവിനെ മനസ്സിലാകാതിരുന്നവർക്ക് വല നിറയെ മത്സ്യം കിട്ടിയപ്പോൾ യോഹന്നാന് വെട്ടം കിട്ടുന്നു. യോഹന്നാൻ പറയുന്നു, ഇവിടെ വല നിറച്ച് മത്സ്യം കിട്ടിയെങ്കിൽ ദാ അവിടെ നിൽക്കുന്നവൻ കർത്താവാണ്. എല്ലാ വീട്ടിലും ഒരു യോഹന്നാൻ ഉണ്ടാകണം, മിനിമം ഒരെണ്ണമെങ്കിലും എല്ലാ വീട്ടിലും. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രോഗ്രസ് കാർഡ് നിറയെ മാർക്കുമായിട്ട് വരുമ്പോൾ, നമ്മുടെ കുടുംബനാഥന് കച്ചവടത്തിൽ ലാഭം കിട്ടുമ്പോൾ, ഒരു ജോലി പ്രമോഷൻ കിട്ടുമ്പോൾ, ഒരു പുതിയ ജോലി കിട്ടുമ്പോൾ, ഒരു സന്തോഷം കുടുംബത്തിലുണ്ടാകുമ്പോൾ വീട്ടിൽ ഒരു യോഹന്നാൻ ഉണ്ടാകണം. എന്ത്? തീരത്തേക്ക് നോക്കിയിട്ട് അത് കർത്താവാണെന്ന് പറഞ്ഞ് ആ വീടിനെ കർത്താവിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു യോഹന്നാൻ എല്ലാ വീട്ടിലും ഉണ്ടാകണം. നമ്മുടെ വീടുകളിൽ ഇന്ന് യോഹന്നാൻ ഇല്ല. നമ്മുടെ വീടുകളിൽ ഇപ്പോൾ യോഹന്നാന്മാരില്ല. ഇവിടെ കിട്ടുന്ന ആനന്ദം ഇവിടെ തന്നെ അങ്ങ് ആസ്വദിച്ച് തീർക്കുകയാണ്, കർത്താവിലേക്ക് നോക്കാൻ മറന്നു പോകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള തിരുസഭയുടെ വിശ്വാസ പ്രബോധനം സത്യം. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. ദൈവമാതാവെന്ന് വിളിക്കുമ്പോൾ എല്ലാ ആദരവും ഈശോയിലേക്കാണ് ചെന്നെത്തുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്കുള്ള പാഠം, മഹത്വമെല്ലാം എൻ്റെ ദൈവത്തിന്, മഹത്വമെല്ലാം എൻ്റെ ദൈവത്തിന്. ഇന്ന് നാവിൻ തുമ്പിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണേ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഭൂമിയിൽ 50, 60, 70, 80 വർഷം ഞാൻ ജീവിച്ച് കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് നീ മഹത്വപ്പെടണം. അതിന് തക്ക വിധം എന്നെ നീ ഉപകരണമാക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മുട്ടുമെന്ന് നിൽക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി പ്രാർത്ഥന. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. സ്നേഹനാഥ, ഒരു ബലിയാ ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേ. സ്നേഹനാഥ, ഒരു ബലിയായി ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേ. എൻ്റെതായതെല്ലാം സമർപ്പിക്കുന്നു, പ്രിയനായി എന്നെ സ്വീകരിക്കൂ. അവകാശിയും അതിനാഥനും നീ മാത്രമേശു മിശിഹായേ. അവകാശിയും അതിനാഥനും നീ മാത്രമേശു മിശിഹായേ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണുവീണു വന്നിച്ചിടാം. ആത്മനാഥായ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ആത്മനാഥായ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ആത്മനാഥായ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ഈശോയെ, പരിശുദ്ധനായ തമ്പുരാനെ,
നിനക്ക് ആരാധന. കർത്താവേ, ഈ ശുശ്രൂഷയിലൂടെ നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോ, പ്രത്യേകമായി ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന തിരിച്ചറിവുകളെ ഓർത്ത്, വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തെ ഓർത്ത്, ഞങ്ങളിലുണ്ടാകുന്ന അനുതാപത്തെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഈശോയെ, കുറെ കൂടെ വിമലീകരിച്ച് നിർമ്മല ഹൃദയത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഈ ശുശ്രൂഷ ഞങ്ങളെ ഇനിയും സഹായിക്കട്ടെ. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളെ അറിയിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഈശോയെ, ഞങ്ങൾ ഇന്ന് ധ്യാനിച്ചത് പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വത്തെക്കുറിച്ചാണ്. മറിയത്തെ നിന്റെ മക്കൾ ഒന്നു ചേർന്ന് ദൈവമാതാവേ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു, ആദരവും മഹത്വവും ഒക്കെ നിന്നിലേക്കാണ് എത്തുന്നതെന്ന്. പരിശുദ്ധ അമ്മയെ ഞങ്ങൾ ദൈവമാതാവേ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ നിനക്ക് വാഴ്ത്തുപാട്ട് ആലപിക്കുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വീണ്ടും മാതൃകയാവുകയാണ്. നീ ഞങ്ങൾക്കായി നൽകിയ അമ്മ ഞങ്ങളെ പ്രചോദിപ്പിക്കുകയാണ്. ജീവിതകാലത്ത് മുഴുവൻ ദൈവമഹത്വം ആഗ്രഹിച്ചവൾ, നിന്നിലേക്ക് എല്ലാവരെയും എത്തിച്ചവൾ, എൻ്റെ പുത്രൻ പറയുന്നത് കേൾക്കുവിനെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചവൾ, മരണശേഷവും അവളുടെ കടന്നു പോകലിന് ശേഷവും അവൾ ചെയ്യുന്നത് ദൈവമഹത്വത്തിന് കാര്യങ്ങൾ ഒരുക്കുകയാണ്. ചരിത്രത്തിൽ ഇന്നോളം എവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെയും പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത് ദൈവമഹത്വമാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിന്റെ മഹത്വം സാധ്യമാകുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോയെ, ഞങ്ങളിലൂടെ സംഭവിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളിൽ അവസാനിച്ചു പോകാതെ നിന്റെ മഹത്വത്തിലേക്ക് നയിക്കുന്നവയാകുവാൻ, നിന്റെ മഹത്വത്തിന് കാരണമാകുവാൻ ഇടവരട്ടെ. ഈശോ, എല്ലാറ്റിൻ്റെയും പിറകിൽ നീയുണ്ടെന്ന്, അനുഗ്രഹങ്ങളുടെ ഒക്കെ പിറകിൽ നീയുണ്ടെന്ന് തിരിച്ചറിയുവാൻ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, പ്രത്യേകിച്ച് ഈശോ ഞങ്ങളുടെ ഇളം തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. ഇന്ന് സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് പിറന്നു വീഴുന്ന പുതിയ തലമുറ അറിയുന്നില്ല ഈശോയെ, പട്ടിണിയുടെ പരിവട്ടത്തിൻ്റെ ഒരു പൂർവ്വകാലം ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്ന്. അവർ കാണുമ്പോൾ എല്ലാം സുഖകരമാണ്. ഈശോയെ, ഞങ്ങളുടെ തലമുറകളെ ചേർത്ത് പിടിച്ച്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച്, നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒന്നും അല്ലായിരുന്നു കാര്യങ്ങളെന്ന്, കഷ്ടപ്പാടിൻ്റെ ഒരു ദുരിതകാലം ഉണ്ടായിരുന്നുവെന്ന്, ദൈവം കനിഞ്ഞനുഗ്രഹിച്ചത് കൊണ്ട്, അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നളവില്ലാതെ ചൊരിഞ്ഞത് കൊണ്ട് നമുക്ക് ഈ മെച്ചപ്പാടുകൾ ഉണ്ടെന്ന്, അങ്ങനെ എല്ലാം നിന്റെ മഹത്വത്തിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളെ ഞങ്ങളിൽ അവസാനിച്ചു പോകാതെ സ്വർഗത്തിലേക്ക്, അപ്പാ നിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അങ്ങനെ ദൈവമഹത്വത്തിന് കാരണക്കാരാകുവാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ. ഈശോയെ, ഓരോന്ന് ചെയ്യുമ്പോഴും, ഓരോ കൊച്ചു കാര്യം ചെയ്യുമ്പോഴും, ഞങ്ങളുടെ നാവിൽ നിന്ന് ഒരു വാക്കു വീഴുന്ന നേരത്തും ഞങ്ങൾ സ്വയം ചോദിക്കട്ടെ, ഇത് ദൈവമഹത്വത്തിന് കാരണമാകുമോ? ദൈവമഹത്വത്തിന് കാരണമാകുമോ? ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ദൈവമഹത്വത്തിന് കാരണമാകുമോ? എൻ്റെ ഈ സംസാരം ദൈവമഹത്വത്തിന് കാരണമാകുമോ? ഈശോയെ, ഞങ്ങൾ തിരിച്ചറിയുന്നു, അനുതാപത്തോടെ ഏറ്റുപറയുന്നു, ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിലപിച്ചു പറയുന്നു, ഈശോ, ഞങ്ങളുടെ പ്രവൃത്തികൾ പലതും ദൈവമഹത്വത്തിന് കാരണമായില്ലെന്ന് മാത്രമല്ല, ഈശോയെ, നിന്നെ അപമാനിക്കാൻ കാരണമായിട്ടുണ്ട്. നിന്റെ പേര് പേറുന്ന, നിന്റെ അനുയായികളെന്ന് ലോകം നോക്കുന്ന ഞങ്ങൾ നിനക്ക് നിരക്കാത്ത, നീ പഠിപ്പിച്ച പാഠങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തപ്പോ ദൈവമഹത്വത്തിന് കാരണക്കാരാകേണ്ട ഞങ്ങൾ, ഈശോയെ, ഈ കാലത്ത് ഈ ലോകത്ത് നിന്നെ അപമാനിക്കാൻ കാരണക്കാരായി.
ഈശോയെ, നിന്റെ മഹത്വം, ദൈവമഹത്വം ഇത് ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. മടികൂടാതെ തീക്ഷ്ണതയോടെ നന്മ ചെയ്യുവാൻ, ദൈവമഹത്വം എന്ന ചിന്ത, ദൈവനാം ഇനിയും മഹത്വപ്പെടണമെന്ന ചിന്തയാലെ ഇനിയും നല്ലത് പറയുവാൻ, നല്ലത് ചെയ്യുവാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. ദൈവജനമേ, ഇങ്ങനെ ഒരു നിയോഗം മനസ്സിൽ വെക്കണേ. ഇത്തരം ഒരു തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിലൂടെ ഉയരുപോകുന്ന കാലം വരെയും ദൈവമഹത്വത്തിനായി ഞാൻ നിലകൊള്ളുമെന്ന് പറയാൻ തക്കവിധം കർത്താവിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ നമുക്ക്. കർത്താവെ, ഞങ്ങൾക്ക് ബലം നൽകണമേ. നിന്റെ മഹത്വത്തിന് ഞങ്ങൾ കാരണക്കാരാകട്ടെ. ഞങ്ങൾ പറയുന്ന വാക്ക്, ചെയ്യുന്ന പ്രവൃത്തി ദൈവമഹത്വത്തിന്. യോഹന്നാനെ പോലെ വല നിറയെ മത്സ്യം കണ്ടപ്പോൾ നിറഞ്ഞ വലയിലേക്ക് നോക്കി അവസാനിച്ചു പോകാതെ, ഇങ്ങനെ വല നിറയെ ഒരു സമൃദ്ധി ഞങ്ങളെ തേടിയെത്തണമെങ്കിൽ തീരത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, അത് മിശിഹായാണെന്ന് തിരിച്ചറിവോടെ ദൈവമഹത്വത്തിലേക്ക് മിഴി തുറക്കുവാൻ, നിന്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ തക്കവിധം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, സഭയിൽ, ഞങ്ങളുടെ കൂട്ടായ്മകളിൽ, ഞങ്ങളിൽ തന്നെ ഒരു യോഹന്നാൻ ജനിക്കട്ടെ. പിന്നിൽ ദൈവമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന, എല്ലാം ദൈവമഹത്വത്തിനെന്ന് നിരന്തരം പറഞ്ഞു തരുന്ന ഒരു സാന്നിധ്യം ഞങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവെ, നിന്റെ മഹത്വം, നിന്റെ മഹത്വം എന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് ഈശോയെ ആരാധിക്കാം. അങ്ങേ മഹത്വത്തിനാ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. ഈശോയെ, നിന്റെ മഹത്വത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ഏർപ്പെടുക. ഈശോയെ, ദൈവമഹത്വത്തെ ഞങ്ങളെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാൽ
എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കിയരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കിയരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കിയരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. ഇത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ, നിൻ ചാരത്തോടിയണഞ്ഞു